ദില്ലിയിലെ ഉദ്യോഗസ്ഥ നിയമനങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് പരമാധികാരമെന്ന കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിനെതിരെ ദില്ലി നിയമസഭ പ്രമേയം പാസാക്കി. വിജ്ഞാപനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രമേയത്തിന്റെ ഉള്ളടക്കം. നിയമസഭയുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നതാണ് വിജ്ഞാപനമെന്ന് പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വിളിച്ചു ചേർത്ത അടിയന്തര നിയമസഭാ സമ്മേളനമാണ് പ്രമേയം പാസാക്കിയത്. ആം ആദ്മി പാർട്ടി MLA സോമനാഥ് ഭാരതി അവതരിപ്പിച്ച പ്രമേയം ചർച്ചകൾക്ക് ശേഷം 3 ഭേദഗതികളോടെ പാസാക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനം ഭരണഘടനാ വിരുദ്ധമാണെന്നും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നതാണെന്നും പ്രമേയം കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാരിനെ തൃപ്തിപ്പെടുത്താൻ ലഫ്റ്റനന്റ് ഗവർണർ താളത്തിനൊത്ത് തുള്ളുകയാണെന്നും പ്രമേയത്തിൽ പറയുന്നു. ചർച്ചാവേളയിൽ പ്രമേയത്തെ BJP MLA-മാർ എതിർത്തു. പ്രമേയത്തിൽ മുഴുവൻ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വിജേന്ദ്ര ഗുപ്ത ചൂണ്ടിക്കാട്ടി. ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ദില്ലി സർക്കാരിന്റെ കീഴിൽ പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്നതാണ് പ്രധാന ഭേദഗതി. പ്രമേയത്തിന്മേലുള്ള ചർച്ചാവേളയിൽ സഭയിൽ നാടകീയ രംഗങ്ങളും അരങ്ങേറി. വിജ്ഞാപനത്തിന്റെ പകർപ്പ് ആം ആദ്മി പാർട്ടി MLA മഹീന്ദ്ര ഗോയൽ കീറിയെറിഞ്ഞു. ഇതിനെ തുടർന്ന് BJP MLA-മാർ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. വിജ്ഞാപനത്തിനെതിരെ പ്രമേയം പാസാക്കിയത് വരും ദിവസങ്ങളിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അധികാര തർക്കം കൂടുതൽ സങ്കീർണമാക്കും. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാർ കോഴക്കേസിൽ ധനമന്ത്രി KM മാണിക്കെതിരെ കുറ്റപത്രം തയ്യാറാവുന്നു. കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായി കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വിജിലൻസ് നിയമോപദേശത്തിന് അയച്ചു. നിയമോപദേശം തേടിയത് ഇതേ കേസിൽ മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്ന് നിയമോപദേശം നൽകിയ DDP ശശീന്ദ്രനിൽ നിന്നാണ്. കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കുമോ എന്നാണ് വിജിലൻസ് പ്രധാനമായും ചോദിക്കുന്നത്. ബാർ ഉടമ രാജ്കുമാർ ഉണ്ണിയും അമ്പിളിയും മാണിക്ക് പണം കൈമാറിയതിന് സാഹചര്യ തെളിവുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേശിന്റെ കേസ് ഡയറിയിൽ പരാമർശമുണ്ട്. ബാർ കോഴ കേസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ നിഗമനങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കേസ് ഡയറിയും അടക്കമുള്ള വിശദമായ റിപ്പോർട്ടാണ് വിജിലൻസ് SP സുകേശൻ നിയമോപദേശത്തിനായി അയച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് G. ശശീന്ദ്രനോട് ആദ്യഘട്ടത്തിൽ നിയമോപദേശം തേടും. ആവശ്യമെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും നിയമോപദേശം തേടാൻ സാധ്യതയുണ്ട്. 2014 ഏപ്രിൽ 2 രാവിലെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി രാജ്കുമാർ ഉണ്ണി പണം കൈമാറുമ്പോൾ താൻ സാക്ഷിയായിരുന്നു എന്ന അമ്പിളിയുടെ മൊഴിയാണ് കേസിലെ ഏറെ നിർണായകം. എന്നാൽ പണം വാങ്ങിയ മാണിയും കൊടുത്ത രാജ്കുമാർ ഉണ്ണിയും ഇക്കാര്യം നിഷേധിക്കുന്നതിനാൽ സാഹചര്യ തെളിവുകൾ കോടതിയിൽ നിലനിൽക്കുമോ എന്നാവും നിയമോപദേശത്തിലൂടെ വ്യക്തത വരുത്തുക. സംഭവം നടന്ന ദിവസം അമ്പിളിയും ഉണ്ണിയും സഞ്ചരിച്ചതും താമസിച്ചതും ഒരേ ദിശയിലാണെന്നതിന് ശാസ്ത്രീയ തെളിവുകളുണ്ട്. മാണി കൈമാറിയ പണം എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ താനുമുണ്ടായിരുന്നു എന്ന് അമ്പിളി വിജിലൻസിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ മൊഴി ശക്തമാണ് എന്നതുപോലെ തന്നെ അമ്പിളിക്ക് പ്രതികൂലമായി ഭവിക്കുകയും ചെയ്യാം. പണമടങ്ങിയ ബാഗ് മന്ത്രി കൈകൊണ്ട് വാങ്ങുന്നത് കണ്ടുവെന്ന അമ്പിളിയുടെ മൊഴി എങ്ങനെ നിയമോപദേശത്തിലൂടെ വെട്ടാമെന്നാവും നിയമോപദേഷ്ടാക്കൾ പരിശോധിക്കുക. അമ്പിളിയെ ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് എന്ന് മുദ്രകുത്തി ഒതുക്കാൻ നീക്കമുണ്ടായേക്കാം. തൊണ്ടി മുതലായ 35 ലക്ഷം കണ്ടെടുക്കാനാവാത്തത് കേസ് കോടതിയിൽ ദുർബലമാക്കുമെന്ന് അഭിപ്രായമുണ്ട്. പണം കൈമാറ്റം ചെയ്തതായി പറയപ്പെടുന്ന മന്ത്രിമന്ദിരത്തിൽ ആകെ നടന്നത് സീൻ മഹസർ തയ്യാറാക്കൽ മാത്രമാണ്. മാണി കയ്യിൽ വാങ്ങിയ പണം എവിടെ പോയി എന്ന് കോടതിയിൽ ചോദ്യമുണ്ടായാൽ എന്തു മറുപടി വിജിലൻസ് പറയുമെന്നത് കൗതുകകരമായ ഒരു സമസ്യയായി ഇന്നും അവശേഷിക്കുന്നു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ബാർ കോഴ കേസിൽ വിശദമായ അന്വേഷണം നടക്കട്ടെ എന്നും സത്യം കോടതിയിൽ തെളിയുമെന്നും KM മാണി പറഞ്ഞു. അമ്പിളിയുടെ നുണപരിശോധനാ ഫലം മാണിക്കെതിരായ അനിഷേധ്യ തെളിവാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. മാണിക്കെതിരായ ബാർ കോഴ കേസ് ഒതുക്കാനാണ് സാധ്യതയെന്ന് PC ജോർജ് ആരോപിച്ചു. ഇതുവരെ കേരളത്തിൽ ഉണ്ടാകാത്ത നിലയിൽ വിശദമായ ഒരു വിപുലമായ അന്വേഷണമാണ് നടന്നിട്ടുള്ളത്. വരട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കൂടുതൽ അന്വേഷണം നടക്കട്ടെ, സത്യം വരട്ടെ, സത്യം പുറത്താവട്ടെ. അന്വേഷണം നടക്കുന്ന ഒരിക്കലും തടസ്സപ്പെടുത്താൻ പാടില്ല. അന്വേഷണം എല്ലാ നിലയിലുള്ള അന്വേഷണവും നടത്തിക്കൊള്ളട്ടെ. അതൊക്കെ ഒരു മദ്യഷാപ്പുകാരൻ്റെ അവൻ്റെ ഡ്രൈവറുടെ അല്ലേ, ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് അല്ലേ. അതൊക്കെ പിന്നെ കോടതി വരട്ടെ, റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നിട്ട് നിലയിലുള്ള എല്ലാ ബാറുകളിലും ബീർ വൈൻ പാർലർ ലൈസൻസ് കൊടുക്കാനെടുത്ത തീരുമാനം. ഇത് ബാറുടമസ്ഥന്മാർ മന്ത്രിമാർക്കെതിരായ തെളിവ് കൊടുക്കാതിരിക്കാൻ നേരത്തെ ബാർ നടത്തിയവർക്ക് കൊടുത്തിട്ടുള്ള ഒരു പാരിതോഷികമാണ് ബീർ വൈൻ പാർലറുകൾ. ഇപ്പം ബാറുടമസ്ഥന്മാർ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഞങ്ങൾ എല്ലാ കാര്യവും തുറന്നു പറയാൻ പോവുകയാണ്. ഇതിൻ്റെ അർത്ഥം സർക്കാർ കൊടുത്ത വാക്ക് പ്രകാരം കാര്യങ്ങൾ നടന്നില്ല എന്നതുകൊണ്ടല്ലേ? അത് ഒതുക്കാനാണ് സാധ്യത. പക്ഷെ എന്നാലും ജയിലിൽ പൊക്കോളും. ഈ മുഖ്യമന്ത്രി ജീവിച്ചിരിക്കുമ്പം അതങ്ങനെ ഉണ്ടാക്കുമോ? എനിക്ക് വിശ്വാസം.
പക്ഷെ ജനങ്ങൾ ശിക്ഷിച്ചു മാണിയെ. ജനകീയ കോടതിയിൽ മാണി തൂക്കാൻ വിധിക്കപ്പെട്ടു. ഇനി മാണി എന്നൊരു രാഷ്ട്രീയം കേരളത്തിലില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ആ മാരണത്തെക്കാളുടെ ഗതികേട് ഇനി നിയമസഭയിൽ നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾ എന്നെ വിശ്വസിച്ചോളൂ, ഞാൻ നോക്കിക്കോളാം. പോരെ. കേരള പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണിക്ക് നീക്കം. ബാർ കോഴക്കേസ് അന്വേഷിക്കുന്ന ജേക്കബ് തോമസിനെ ഒതുക്കാനുള്ള ലക്ഷ്യമാണ് ഇതിനു പിന്നിലെന്നാണ് സൂചന. ജേക്കബ് തോമസിനെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD ആക്കാനാണ് നീക്കം നടക്കുന്നത്. ബാർ കോഴ കേസിന്റെ അന്വേഷണ മേൽനോട്ട ചുമതലയുള്ള ജേക്കബ് തോമസിനെ പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ MD ആക്കി മാറ്റിക്കൊണ്ടുള്ള വലിയ അഴിച്ചുപണിക്കാണ് കളമൊരുങ്ങുന്നത്. ജേക്കബ് തോമസ് ഒഴിഞ്ഞാൽ വിജിലൻസ് ADGP-ആയി ശങ്കർ റെഡ്ഡിയോ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് മടങ്ങിവരുന്ന നിതിൻ അഗർവാളയോ നിയമിക്കും. ലോക്നാഥ് ബെഹ്റ ജയിൽ മേധാവിയാകും. വിജയാനന്ദ് വിരമിക്കുന്ന ഒഴിവിൽ ഋഷിരാജ് സിംഗിനെ അഗ്നിശമന സേനയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കും. ഉത്തരമേഖല ADGP-ആയി രാജേഷ് ദിവാൻ വരാനും സാധ്യതയേറെയാണ്. നിലവിൽ പോലീസ് മോഡേണൈസേഷന്റെ ചുമതലയുള്ള അരുൺകുമാർ സിൻഹ അഡ്മിനിസ്ട്രേറ്റീവ് ADGP-ആവും. പകരം മോഡേണൈസേഷനിലേക്ക് മുഹമ്മദ് യാസിനും നിതിൻ അഗർവാളും പരിഗണനാ പട്ടികയിലുണ്ട്. സമൂലമായ അഴിച്ചുപണി സംബന്ധിച്ച ഫയൽ ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തലസ്ഥാനത്തെത്തിയാലുടൻ ഇത് സംബന്ധിച്ച ഫയലിൽ തീരുമാനമെടുക്കും. മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഭോപ്പാലിലേക്ക് പോയ ഉമ്മൻചാണ്ടിയുമായി ആഭ്യന്തരമന്ത്രി സംസാരിക്കും. ഇതിനുശേഷമാകും ഫയലിൽ ഒപ്പുവെക്കുക. ഇതോടൊപ്പം കമ്മീഷണർ, SP തുടങ്ങിയ ചില ഉദ്യോഗസ്ഥർക്കും സ്ഥാനചലനമുണ്ടാകും. S. ജീവൻകുമാർ, തിരുവനന്തപുരം. അരുവിക്കര തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇരുമുന്നണികളിലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അരുവിക്കരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ മറ്റന്നാൾ പ്രഖ്യാപിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു. അരുവിക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണികളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായി. കോഴ ആരോപണങ്ങളിൽ നട്ടം തിരിയുന്ന UDF-ന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇതിനോടകം തന്നെ LDF ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് മുൻ ധാരണയോടുകൂടിയാണ് LDF നീങ്ങുന്നതെന്നും 29-ാം തീയതി ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടറിന് ശേഷം സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി തീരുമാനിക്കുമെന്നും 31-ാം തീയതി ചേരുന്ന LDF-ന് ശേഷം സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അരുവിക്കരയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് 29-ാം തീയതി ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. 31-ാം തീയതി LDF-ന്റെ സംസ്ഥാന കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ LDF 31-ാം തീയതി ആലോചിച്ച് തീരുമാനിക്കും. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. UDF-ൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ ഒരു അഭിപ്രായ പ്രകടനം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇനിയും വന്നിട്ടില്ല. G. കാർത്തികേയന്റെ ഭാര്യ സുലേഖ ടീച്ചറെ രംഗത്തിറക്കാനുള്ള അന്തിമ ശ്രമത്തിലാണ് UDF. എന്നാൽ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ ഘടകം ശക്തമായ പ്രതിഷേധമുയർത്തുന്നതിനാൽ UDF-ൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. UDF-ൽ നിന്നും JSS-ഉം CMP-യും R. ബാലകൃഷ്ണപിള്ളയും വിട്ടുപോയ സാഹചര്യത്തിലും UDF-ൽ നിന്നുകൊണ്ട് തന്നെ PC ജോർജും ഒപ്പം RSP-യും JDU-യും ഉയർത്തുന്ന പ്രതിഷേധങ്ങളും UDF-ന് തലവേദനയാകും. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും UDF-നെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. അതേസമയം രണ്ട് മുന്നണികളെയും വെല്ലുവിളിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും അരുവിക്കരയിൽ മത്സരിക്കുകയെന്ന് BJP വ്യക്തമാക്കി കഴിഞ്ഞു. PC ജോർജിന്റെ ആശീർവാദത്തോടെ VSDP-യും ശ്രീനാരായണ ധർമ്മവേദിയും സംയുക്തമായി സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ആലോചനകളും സജീവമാണ്. VG മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഴിമതി വിരുദ്ധ മുന്നണി അരുവിക്കരയിൽ സ്ഥാനാർത്ഥി നിർത്തുമെന്ന് PC ജോർജ് അറിയിച്ചു. UDF-ന്റെ മരണമണി അരുവിക്കരയിൽ മുഴങ്ങുമെന്നും PC ജോർജ് വ്യക്തമാക്കി. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ACDF ആന്റി കറപ്ഷൻ ഡെമോക്രാറ്റിക് ഫണ്ട് സ്ഥാനാർത്ഥി നിർത്തി മത്സരിക്കുന്നതാണ്. ഇപ്പോൾ 6 സ്ഥാനാർത്ഥികളുടെ പേരാണ് ലഭിച്ചിട്ടുള്ളത്. 6 സ്ഥാനാർത്ഥികളുടെ പേരും ബയോഡാറ്റയും പരസ്യപ്പെടുത്തി ഫോട്ടോയും വെച്ച് അരുവിക്കര നിയമമണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളിലും പര്യടനം നടത്തി ഏത് സ്ഥാനാർത്ഥിയാണ് ജനങ്ങൾക്ക് ഇഷ്ടമെന്ന് ജനഹിത പരിശോധന നടത്തി അവരൊക്കെ വോട്ട് ചെയ്യിക്കാൻ പോകും. ബൊഫോഴ്സ് കേസ് സംബന്ധിച്ച രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ അഭിമുഖം തിരുത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടതായി സ്വീഡിഷ് ദിനപത്രമായ ഡാഗൻസ് നൈഹൈറ്റിന്റെ പത്രാധിപർ അറിയിച്ചു. വിവാദ പരാമർശം നീക്കിയില്ലെങ്കിൽ രാഷ്ട്രപതിയുടെ സ്വീഡൻ സന്ദർശനം ഉപേക്ഷിക്കപ്പെട്ടേക്കാമെന്ന് സ്വീഡനിലെ ഇന്ത്യൻ അംബാസഡർ ഭീഷണിപ്പെടുത്തിയെന്നും പത്രാധിപർ വെളിപ്പെടുത്തി. അഭിമുഖത്തിലെ വിവാദ പരാമർശം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സ്വീഡനിലെ ഇന്ത്യൻ അംബാസിഡർ ബനശ്രീ ബോസ് ഹാരിസൺ ഫോണിൽ വിളിച്ചതായി ഡാഗൻസ് നൈഹറ്റിന്റെ എഡിറ്റർ ഇൻ ചീഫ് പീറ്റർ വുൾഡാസ്കി പറയുന്നു. നിർദ്ദേശം പാലിക്കാതെ വിവാദ പരാമർശത്തോടെ തന്നെ അഭിമുഖം പ്രസിദ്ധീകരിച്ചതോടെ ഇന്ത്യയുടെ നിരാശ പ്രകടമാക്കുന്ന കത്ത് ഈ മാസം 25-ന് അയക്കുകയായിരുന്നു. ഒരു രാഷ്ട്രത്തലവന് നൽകേണ്ട ബഹുമാനപത്രം നൽകിയില്ലെന്ന് അംബാസിഡർ കത്തിൽ പറയുന്നു.
അഭിമുഖത്തിന് ശേഷം പ്രണബ് മുഖർജി ഓഫ് ദ റെക്കോർഡായി പറഞ്ഞതാണെന്നും അത് നാക്കുപിഴവായിരുന്നുവെന്നും അംബാസിഡർ കത്തിൽ പറയുന്നു. അബദ്ധത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പത്രത്തിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത അഭിമുഖ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് മാധ്യമധർമ്മത്തിന് ചേർന്ന നടപടിയല്ലെന്നും അംബാസിഡർ കത്തിൽ ചൂണ്ടിക്കാട്ടിയതായും പത്രം പറയുന്നു. കത്തിന്റെ പൂർണ്ണരൂപം പത്രത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ പ്രതിക്കൂട്ടിലാക്കിയ ബൊഫോഴ്സ് ആയുധ ഇടപാട് അഴിമതിയല്ലെന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജി അഭിപ്രായപ്പെട്ടെന്നായിരുന്നു പത്രത്തിന്റെ അഭിമുഖ പരാമർശം. കേസിൽ മാധ്യമ വിചാരണ മാത്രമാണ് നടന്നതെന്നും രാഷ്ട്രപതി ആരോപിച്ചതായി പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ബൊഫോഴ്സ് ആയുധ ഇടപാട് 1986 മാർച്ച് 24-നാണ് നടന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്. രാജ്യത്തിന്റെ ആത്മാവിനോടാണ് നരേന്ദ്രമോദി സർക്കാർ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. സാധാരണക്കാരെ വെല്ലുവിളിച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും ഇതിന്റെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു. ദേശീയതലത്തിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് രൂപീകരിക്കുമെന്നും റബ്ബർ മേഖലയിലെ പ്രതിസന്ധികൾ ദേശീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാനത്തിൽ രാഹുൽ ഗാന്ധി ദില്ലിയിലേക്ക് മടങ്ങി. മത്സ്യത്തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ചാവക്കാട് എത്തിയ രാഹുൽ ഗാന്ധി തൊഴിലാളി കോളനിയിൽ സന്ദർശനം നടത്തിയാണ് പൊതുസമ്മേളന വേദിയിൽ എത്തിയത്. കോർപ്പറേറ്റ് പ്രീണനം നടത്തുന്ന കേന്ദ്ര സർക്കാർ നടപടികളെ രാഹുൽ വിമർശിച്ചു. കോട്ടും സൂട്ടുമിട്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്നവർക്കാണ് മോഡി സർക്കാരിന്റെ പിന്തുണ. സർക്കാർ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് രാജ്യത്തിന്റെ ആത്മാവിനോടാണ്. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ടു പോയാൽ പ്രത്യാഘാതം വലുതാകുമെന്ന് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു. They are not picking a fight with poor farmers. They are not picking a fight with tribals. They are picking a fight with the soul of this country. The consequences to them will not be good. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ദേശീയ തലത്തിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് രൂപീകരിക്കുമെന്നും രാഹുൽ പറഞ്ഞു. തുടർന്ന് റോഡ് മാർഗം കൊച്ചിയിലെത്തിയ അദ്ദേഹം ആലുവ പാലസിൽ റബ്ബർ കർഷകരുമായും ചർച്ച നടത്തി. കേരളത്തിലെ കാർഷിക മേഖലയുടെ പ്രതിസന്ധികൾ ദേശീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. We will take up these issues. We will take up the rubber issue, we'll take up the cardamom issue, we'll take up the fisherman issue, the farmer issue, and we will fight for the weak and the people who are struggling in this country. I'll make sure that their voice is heard. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കിയ രാഹുൽ ഗാന്ധി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദില്ലിയിലേക്ക് മടങ്ങി. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ബ്യൂറോ തൃശൂർ. മലയാളത്തിന്റെ പ്രിയകവി ONV കുറുപ്പ് ശതാഭിഷേക നിറവിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് തലസ്ഥാനത്തൊരുക്കിയത്. കൈരളി സ്വരലയ യേശുദാസ് ലെജൻഡറി പുരസ്കാരം ONVക്ക് സമ്മാനിച്ചു. മെറിൻ മേരി ചാക്കോ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. മെറിൻ വിവരങ്ങൾ. ഹാരി സ്വർലയ കൈരളി യേശുദാസ് അവാർഡ് സമ്മാനിക്കുന്ന ഗന്ധർവ സന്ധ്യയ്ക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞത്. കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ ഗന്ധർവ സന്ധ്യ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ സ്വർലയ കൈരളി യേശുദാസ് ലെജൻഡറി പുരസ്കാരം പ്രൊഫസർ ONV കുറുപ്പിനാണ് ഗാനഗന്ധർവൻ യേശുദാസ് സമ്മാനിച്ചു. ONV കുറുപ്പിന്റെ 84ാം പിറന്നാൾ ദിനത്തിലാണ് ഈ ലെജൻഡറി പുരസ്കാരം സമ്മാനിച്ചത്. പ്രധാനമായും 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അതുപോലെ തന്നെ ജനപ്രിയ സംഗീതത്തിനുള്ള അവാർഡ് പ്രശസ്ത ഗായകൻ ഉണ്ണി മേനോനും ചടങ്ങിൽ സമ്മാനിച്ചു. ദേശീയ പുരസ്കാരം നേടിയ ഗായിക ഉത്തര ഉണ്ണികൃഷ്ണനും ചടങ്ങിനോടനുബന്ധിച്ച് സ്വീകരണം നൽകി. പ്രധാനമായും 1 ലക്ഷം പ്രശസ്തി പത്രവും കൈരളി TV MD ജോൺ ബ്രിട്ടാസ് ആണ് പ്രശസ്തി പത്രം വായിച്ചത്. ചടങ്ങിൽ ONVയുടെ പിറന്നാൾ ആഘോഷ ദിനത്തിൽ കേക്ക് മുറിച്ചും വേദിയിൽ ആഘോഷം നടന്നു. സ്പീക്കർ N ശക്തൻ ONV കുറുപ്പിനെയും അതുപോലെ തന്നെ ഗാനഗന്ധർവൻ KJ യേശുദാസിനെയും ആദരിക്കുകയുണ്ടായി. യേശുദാസ് MA ബേബി, M ജയചന്ദ്രൻ, കൈരളി TV MD ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ സംഗീതോപകരണങ്ങൾ ONV കുറുപ്പിന് ഉപഹാരമായി സമ്മാനിച്ചു. ONV രചിച്ച 5 ഗാനങ്ങൾ യേശുദാസ് വേദിയിൽ ആലപിച്ചാണ് തന്റെ ഗുരുവിനുള്ള ആദരവ് പ്രകടിപ്പിച്ചത്. അതുപോലെ തന്നെ ONV തനിക്ക് ലഭിച്ച സ്നേഹാദരങ്ങൾക്ക് എഴുതി തയ്യാറാക്കിയ സന്ദേശത്തിലൂടെയാണ് മറുപടി നൽകിയത്. മലയാള സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ ONVയുടെ സന്ദേശം വായിച്ചു. ഇതോടൊപ്പം തന്നെ ഗന്ധർവ സന്ധ്യയോടനുബന്ധിച്ച് യേശുദാസ് ഉൾപ്പെടെ 20 ഗായകർ മാറ്റുരയ്ക്കുന്ന ഗാനസന്ധ്യയും നടക്കുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ കലാരൂപങ്ങളും നൃത്തരൂപങ്ങളും ഈ ചടങ്ങിനോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാരി. തിരുവനന്തപുരത്ത് നിന്നും മെറിൻ.